Hi friends, welcome to Icube Design Studio. ഇന്ന് നമ്മൾ Icubeന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ആണ്. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി വാട്ടർ പമ്പിനെ ഓട്ടോമാറ്റിക്കായി ഓൺ ഓഫ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. ഈ വീഡിയോയിലൂടെ ഇതിന്റെ ഇൻസ്റ്റാളേഷനും അൺബോക്സിംഗും നമുക്ക് കാണാം. ഇതാണ് Icubeന്റെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സിനുള്ളിൽ ആദ്യം നമ്മൾ കാണുന്നത് ഗ്യാരണ്ടി കാർഡാണ്. അതിൻ്റെ അകത്ത് ഒരു സർക്യൂട്ട് ഡയഗ്രവും മലയാളത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും കാണാൻ പറ്റും. പിന്നീട് വരുന്നത് സെൻസർ കിറ്റാണ്. ഇവിടെ വാട്ടർ ടാങ്കിൽ ഫിറ്റ് ചെയ്യേണ്ട സെൻസർ കിറ്റാണിത്. അടുത്തത് മെയിൻ കൺട്രോളറാണ്. ഈ കൺട്രോളർ ഒരു 6 മോഡുലാർ ബോക്സിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂണിറ്റിൽ 2 സ്വിച്ചുകൾ കാണാൻ സാധിക്കും. ഒന്ന് ഓട്ടോമാറ്റിക്കിൻ്റെ സ്വിച്ചും മറ്റൊരു മാനുവലിൻ്റെ സ്വിച്ചും. 7 LED ഇൻഡിക്കേഷൻസ് ആണ് കൺട്രോളിൽ വരുന്നത്. അതിലൊന്നാമത്തത് ലോ വോൾട്ടേജ് ഇൻഡിക്കേഷനാണ്. സപ്ലൈയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ലോ വോൾട്ടേജ് ഇൻഡിക്കേഷൻ. അടുത്തത് HT ഫുൾ എന്ന് പറഞ്ഞ ഇൻഡിക്കേഷനാണ്. മുകളിലത്തെ ടാങ്ക് നിറഞ്ഞു എന്നതിനുള്ള ഇൻഡിക്കേഷനാണ് HT ഫുള്ള്. അടുത്തത് HT എംപ്റ്റി ആണ്. മുകളിലത്തെ ടാങ്കിൽ വെള്ളമില്ല, തീർന്നു എന്നതിനുള്ള ഇൻഡിക്കേഷനാണ്. അതിനുശേഷം പവർ ഇൻഡിക്കേഷനാണ്. പവർ ഇൻഡിക്കേഷന് ശേഷം ഡ്രൈ റൺ ഇൻഡിക്കേഷനാണ്. അതായത് നമ്മുടെ മോട്ടർ വെള്ളം എടുക്കുന്നില്ല, ടാങ്കിലേക്ക് വെള്ളം ചാടുന്നില്ല എന്നതിനുള്ള എറർ ഇൻഡിക്കേഷനാണ് ഡ്രൈ റൺ ഇൻഡിക്കേഷൻ. ഡ്രൈ റണ്ണിന് ശേഷം മോട്ടർ ഓൺ ഇൻഡിക്കേഷനാണ്. ഓട്ടോമാറ്റിക്കിൽ എപ്പോഴൊക്കെയോ മോട്ടർ ഓൺ ആവുന്നതിനുള്ള ഇൻഡിക്കേഷനാണ് മോട്ടർ ഓൺ. മോട്ടർ ഓണിന് ശേഷം LT എംപ്റ്റി ആണ്. താഴത്തെ ടാങ്കിൽ വെള്ളമില്ല, വെള്ളം തീർന്നു പോയി എന്നതിനുള്ള ഇൻഡിക്കേഷനാണ് LT എംപ്റ്റി. എന്നിങ്ങനെ 7 LED ഇൻഡിക്കേഷൻസാണ് Icube വാട്ടർ ലെവൽ കൺട്രോളിൽ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അതിനായി ഫസ്റ്റ് കൺട്രോളർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സാധാരണ വീടുകളിൽ മോട്ടറിന് കണക്ട് ചെയ്യുന്ന 32 ആംസിൻ്റെ DP സ്വിച്ച്. ഈ സ്വിച്ചിൻ്റെ അടുത്തായാണ് നമ്മൾ കൺട്രോളർ ഫിറ്റ് ചെയ്യുന്നത്. 6 മോഡുലാർ ഓപ്പൺ ബോക്സ് ആണിത്. നമുക്കിതിന് പകരം 6 മോഡുലാറിൻ്റെ കൺസീൽഡ് മെറ്റൽ ബോക്സ് ആണെങ്കിലും നമുക്ക് കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കൺട്രോളറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനായി DP സ്വിച്ച് അഴിച്ചു നോക്കാം. ഇത് ലൈവ് ഫേസ് ന്യൂട്രലാണ്. ഇത് മോട്ടറിലേക്ക് പോകുന്ന ഫേസ് ആൻഡ് ന്യൂട്രലാണ്. ഇനി നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന ഫേസ് സ്വിച്ചിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്വിച്ചിൻ്റെ ഔട്ട് അഡീഷണൽ ഒരു വയറായി ജോയിൻ ചെയ്ത് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യുന്നു. കൺട്രോളറിലെ സ്വിച്ച് 1 എന്ന പോയിന്റിലേക്കാണ് വയർ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം മോട്ടറിലേക്കുള്ള ഫേസ് വയർ കൺട്രോളറിലെ സ്വിച്ച് 1ലെ അടുത്ത പോയിന്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് കണക്ഷൻ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. DP സ്വിച്ചിൻ്റെ ഔട്ട് നേരെ നമ്മുടെ യൂണിറ്റിൻ്റെ സ്വിച്ച് 1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊടുത്തു. അതിനുശേഷം യൂണിറ്റിൻ്റെ ഔട്ട് നേരെ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ DP സ്വിച്ചിൻ്റെ ഔട്ട് ന്യൂട്രൽ ഡയറക്റ്റും മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് മോട്ടറിലേക്കുള്ള ഫേസ് കട്ട് ചെയ്തുകൊണ്ടാണ് കൺട്രോളർ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി കൺട്രോളർ വർക്ക് ചെയ്യുന്നതിനായി ഒരു പവർ ആവശ്യമുണ്ട്. AC 230 വോൾട്ട് എന്നതിലേക്ക് ഒരു ലൈവ് ഫേസ് ന്യൂട്രലും എവിടെ നിന്നെങ്കിലും നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ്. ഇതിന് മോട്ടറിൻ്റെ പവർ കണക്ഷനുമായി യാതൊരു ബന്ധവും ഇല്ല. ഈ കൺട്രോളർ വർക്ക് ചെയ്യുന്നതിന് മാത്രമായിട്ടുള്ള പവർ സപ്ലൈ ആണിത്. ഇനി നമുക്ക് ടാങ്കുകളിലേക്കുള്ള സെൻസർ വയർ കണക്ട് ചെയ്യാം. മുകളിലത്തെ ടാങ്കിലേക്ക് 4 വയറുകളാണ് ആവശ്യമുള്ളത്. അതിൽ 4 കളർ കോഡുള്ള വയറുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്. ഈ കൺട്രോളറിൽ ഹെഡ് ടാങ്ക് എന്നെഴുതിയ 4 പിൻ കണക്ടറിലാണ് മുകളിലേക്കുള്ള സെൻസർ വയർ കണക്ട് ചെയ്യേണ്ടത്. കൺട്രോളറിലെ കളർ കോഡ് അനുസരിച്ച് 4 വയറുകൾ നമുക്ക് കൺട്രോളിൽ കണക്ട് ചെയ്യാം.
റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക് എന്നിങ്ങനെയാണ് 4 കളർ കോഡുകൾ വരുന്നത്. ഇനി നമുക്ക് താഴത്തെ ടാങ്കിലേക്കുള്ള സെൻസർ വയർ കണക്ട് ചെയ്യാം. താഴത്തേക്ക് 3 വയറുകളാണ് കണക്ട് ചെയ്യേണ്ടത്. റെഡ്, ഗ്രീൻ, ബ്ലാക്ക് എന്നിങ്ങനെയാണ് 3 വയറുകളുടെ കളർ കോഡ് വരുന്നത്. ഇനി താഴത്ത് ടാങ്ക് ഇല്ലെങ്കിൽ ഈ 3 പിന്നുകളും ഒരു വയർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് ഐക്യൂബ് വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ടാങ്കിൽ എങ്ങനെ സെൻസർ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനായി നമ്മുടെ സെൻസർ കിറ്റിൽ 2 ഗ്രീൻ, 2 യെല്ലോ, 2 ബ്ലാക്ക് എന്നിങ്ങനെയാണ് സെൻസറുകൾ വരുന്നത്. ആദ്യം 2 യെല്ലോ സെൻസർ ഇൻലെറ്റ് പൈപ്പിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. 2 സ്ക്രൂകൾ തമ്മിൽ 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവേണ്ടതാണ്. ഇനി ബാക്കിയുള്ളതിൽ 2 ഗ്രീൻ സെൻസറും 2 ബ്ലാക്ക് സെൻസറും. ഇതിൽ ബ്ലാക്ക് സെൻസർ മോട്ടർ ഓഫ് ആവേണ്ട ലെവലിലും ഗ്രീൻ സെൻസർ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവേണ്ട ലെവലിലുമാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മുകളിൽ 6 സെൻസർ വയറുകളുണ്ട്. 2 ഗ്രീൻ, 2 ബ്ലാക്ക്, 2 യെല്ലോ എന്നിങ്ങനെ. നമുക്ക് താഴെ നിന്ന് വരുന്ന 4 വയറുകളിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നത് നോക്കാം. താഴെ നിന്ന് റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, യെല്ലോ എന്നിങ്ങനെ 4 വയറുകളാണ് വരുന്നത്. താഴെ നിന്ന് വരുന്ന റെഡ് കോമൺ ആണ്. റെഡിലേക്ക് 1 ഗ്രീൻ, 1 യെല്ലോ, 1 ബ്ലാക്ക് എന്നിങ്ങനെ 3 കൂടെ റെഡിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ബ്ലാക്കിലേക്ക് ബാലൻസ് ഉള്ള ബ്ലാക്കും, താഴെ നിന്ന് വരുന്ന ഗ്രീനിലേക്ക് ബാലൻസ് ഉള്ള ഗ്രീനും, താഴെ നിന്ന് വരുന്ന യെല്ലോയിലേക്ക് ബാലൻസ് ഉള്ള യെല്ലോയും കണക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി നമ്മൾ ഗ്രീൻ സെൻസറും ബ്ലാക്ക് സെൻസറും വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. ഇതേ കണ്ടീഷനിൽ കൺട്രോളറിൽ HTMT എന്ന റെഡ് ഇൻഡിക്കേഷനും പവർ ഓണിൻ്റെ ഗ്രീൻ ഇൻഡിക്കേഷനും കാണാവുന്നതാണ്. ചെറിയൊരു ഡിലേക്ക് ശേഷം മോട്ടർ ഓൺ ആവുകയും അതോടൊപ്പം തന്നെ മോട്ടർ ഓൺ എന്ന ഗ്രീൻ ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മോട്ടർ ഓൺ ആയതിനു ശേഷം 2 ഗ്രീൻ സെൻസർ വെള്ളത്തിൽ കോണ്ടാക്റ്റ് വരികയും അതോടൊപ്പം തന്നെ കൺട്രോളറിൽ HTMT എന്ന് പറഞ്ഞ റെഡ് ഇൻഡിക്കേഷൻ ഓഫ് ആവുകയും കാണാൻ സാധിക്കും. ടാങ്കിൽ വെള്ളം നിറയുന്നതോടൊപ്പം തന്നെ 2 ബ്ലാക്ക് സെൻസർ വെള്ളത്തിൽ ടച്ച് ആവുകയും അപ്പോൾ തന്നെ മോട്ടർ ഓഫ് ആവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൺട്രോളറിലെ ടാങ്ക്, മുകളിലത്തെ ടാങ്ക് നിറഞ്ഞു എന്നതിൻ്റെ HT ഫുൾ എന്ന ഇൻഡിക്കേഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഐക്യൂബ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ ഇൻസ്റ്റാളേഷനും വർക്കിങ്ങും. ഇനി നമുക്ക് കൺട്രോളർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.